അപ്പൊ ഹായ് മച്ചന്മാരെ, ഡുവൈറ്റാണ്. അപ്പം നമ്മള് ട്രോപ്പിക്കില് വെക്കേഷൻ വന്നിട്ട് കുറെ ദിവസമായി. അപ്പൊ നമ്മുടെ സിറ്റി വണ്ണിലുണ്ടായിരുന്ന ബിസിനസ് എല്ലാം ഇപ്പൊ ആകെ താറുമാറായി കിടക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വെക്കേഷൻ വന്നത് തന്നെ ഈ തിരക്കിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ദേ ഇങ്ങനായി. 1.5 മാസം ആയതേ ഉള്ളൂ ഞാനിവിടെ ഷെയ്ക്കിന്റെ റിസോർട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്താ പറയാ, നല്ലൊരു വേറൊരു പ്രത്യേക വൈബായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോ. ഇനിയിപ്പോ തിരിച്ച് വീണ്ടും ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി തിരിച്ച് സിറ്റി വണ്ണിലോട്ട് പോകണം. നമ്മുടെ വണ്ടി ഇവിടെ കറങ്ങി കറങ്ങി അവസാനം ആകെ നശിച്ച് ചെളിയൊക്കെ പിടിച്ച് അലമ്പായിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം സിറ്റി വണ്ണ് വരെ തൽക്കാലം ഈ വണ്ടിയിൽ പോയിട്ട് നമ്മുടെ വേറെ ഏതെങ്കിലും വണ്ടി, ഗാരേജിലുള്ള വേറെ ഏതെങ്കിലും വണ്ടിയായിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് പോവാം. അപ്പൊ സിറ്റി വണ്ണിലുള്ള എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു കോള് വന്നായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണ്ടെയ്നർ മിസ്സിംഗ് ആണ്. അപ്പം അതിന്റെ ഒരു വലിയ ഷിപ്മെന്റ് ആണ്. അത് മിസ്സായത് കാരണം ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് നമ്മുടെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞത്. അപ്പം നമുക്ക് എന്നാളും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലണം. എന്താ പറയാ, ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും ടൈം കിട്ടിയില്ല. രാത്രിയിൽ ഉറക്കത്തിന്റെ ഇടയ്ക്ക് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഇനിയിപ്പം ഒരു ലോങ് ഡ്രൈവ് ആണ് സിറ്റി വൺ വരെ. അപ്പം ഇനിയിപ്പോ സിറ്റി വണ്ണി വെച്ച് കാണാം. നാല് മണിക്കൂറോളം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് വെച്ചാൽ മതി ഇപ്പൊ അവസാനം ട്രോപ്പിക്കിൽ നിന്ന് സിറ്റി വണ്ണ് വരെ എത്തിയേക്കുന്നത്. പക്ഷെ നമ്മള് എന്താ പറയാ, നമുക്കൊന്ന് ആകെ ഡ്രസ്സ് മാറാൻ മാത്രമേ ടൈം കിട്ടത്തുള്ളൂ. വീട്ടിൽ പോയിട്ട് വണ്ടി ഒന്ന് മാറണം. വണ്ടി നമ്മുടെ ഗാരേജിൽ നിന്ന് വണ്ടി നമ്മുടെ ഡ്രൈവർ കൊണ്ടുവന്ന് ഇവിടെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സീനില്ല. ഫുഡ് പോലും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓഫീസിന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കെയർലെസ് ആവാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ പെന്റ് ഹൗസിൽ വരുവാണ്. ഇവിടാണ് നമ്മുടെ പെന്റ് ഹൗസ്. ഇവിടെ ആയിട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് നമുക്ക് പോയിട്ട് ഡ്രസ്സ് മാറാം. നമുക്ക് ഇച്ചിരി അകത്തോട്ടായിട്ട് കയറ്റിയിടാം. അതാകുമ്പോ ഡ്രൈവറിന് എടുക്കാൻ എളുപ്പമായിരിക്കും വണ്ടി. അപ്പം നമുക്ക് എന്നാളും മണ്ടയിലോട്ട് പോവാം. അപ്പൊ നമ്മള് ട്രോപ്പിക് ഫീവർ മാറ്റിയിട്ട് ബാക്ക് ടു ബിസിനസ്. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ കണ്ടെയ്നർ മിസ്സായ സ്പോട്ടിലോട്ട് പോവാം. ഓഫീസിലല്ല നമ്മൾ പോകുന്നത്, സ്പോട്ടിലോട്ടാണ് നമ്മുടെ സെക്രട്ടറി വിളിച്ചേക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാം. പിന്നെ ഇത് നമ്മുടെ കാഡിലാക്ക് എസ്കലേഡ് ആണ് നമുക്കിപ്പോ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അത് നമ്മുടെ കമ്പനി വണ്ടിയാണ്. അതുകൊണ്ട് ഇതെടുത്തോണ്ടാണ് നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ പോകുന്നത്. പിന്നെ ഡ്രൈവർ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവന് ഇച്ചിരി ശമ്പളമൊക്കെ കൂട്ടി കൊടുക്കണം. അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കണ്ടെയ്നർ മിസ്സായ സ്പോട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കസ്റ്റം ഹോണൊക്കെയാണ് വണ്ടിക്കുള്ളത്. ഗോഡ് ഫാദറിന്റെ ആ ഒരു ട്യൂണൊക്കെയാണ് ഹോണായിട്ടുള്ളത്. പക്ഷെ അതൊന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡിലല്ലേ ഇപ്പം. നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം. നമ്മുടെ കണ്ടെയ്നർ മിസ്സായ സ്പോട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഷിപ്പ് യാർഡ് പോലത്തെ സ്ഥലത്താണ് നമ്മുടെ എല്ലാ ഇതും കിടക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ കുറെ കണ്ടെയ്നേഴ്സ് വന്ന് ഇറങ്ങിയിരിപ്പുണ്ട്. അപ്പൊ അതില് ഇച്ചിരി ഇച്ചിരി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് മിസ്സായിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പൊ എങ്ങനെ ആരാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ വരാനാണ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് സെക്രട്ടറി ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ ഞാൻ വിളിക്കുന്നതിന് മുന്നേ എന്റെ സെക്രട്ടറി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. സംഭവം എന്താന്ന് വെച്ചാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് മിസ്സായേക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു യാർഡിൽ നിന്നാണ് നമ്മൾ എല്ലാ സ്ഥലത്തോട്ടും നമ്മുടെ ലോഡ് അയക്കുന്നത്. നമ്മുടെ ട്രക്കിനകത്ത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഈ കണ്ടെയ്നറിനകത്ത് വരുന്ന സാധനം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. അപ്പം മിസ്സായ സാധനം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു 4 ബുഗാട്ടിയാണ്. 4 ബുഗാട്ടി എന്ന് പറയുമ്പോൾ എന്തോരം ക്യാഷ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 4 ബുഗാട്ടി ഷിറോൺ ആണ് മിസ്സായേക്കുന്നത്. അപ്പം കരുതിക്കുട്ടി നമുക്കിട്ട് അവരെ പണി തന്നാണ് ഇത്. അപ്പം ആരാണെന്ന് ഞാൻ ഉടനെ പൊക്കും. അപ്പൊ ഈ വീഡിയോയ്ക്ക് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ മച്ചന്മാരെ, അടുത്തൊരു കിള്ളം വീഡിയോ ആയിട്ട് കാണുന്നവരെ ഡു വെയിറ്റ് സൈനിങ് ഓഫ്. ബൈ ഓൾ.